Hello friends. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഗ്രാമറിന്റെ ചെറിയൊരു ഭാഗം നമ്മൾ കണ്ടു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മളുടെ ഈ വീഡിയോയിലും നമ്മളൊരു സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സ്റ്റോറിയിൽ നമ്മൾ ഇതുപോലെ തന്നെ വേറൊരു ഭാഗമാണ് ഗ്രാമറിന്റെ വേറൊരു ഭാഗം നമ്മൾ പഠിക്കും. അപ്പോൾ ആ ഗ്രാമറിന്റെ ഭാഗത്തിനോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് വാക്കുകൾ പഠിക്കും. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഇഡിയംസ് പഠിക്കും, ഫ്രേസുകൾ പഠിക്കും. എന്തൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഇതെല്ലാം വളരെ നന്നായിട്ട് റിയൽ ലൈഫിൽ പ്രയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, എന്താണോ നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, ഇപ്പൊ കാരണം പല ആൾക്കാർക്കും പല പല സംഭവങ്ങളായിരിക്കും വേണ്ടി വരിക. നമുക്ക് യൂട്യൂബ് ചാനലിൽ ഒരുപാട് ഗ്രാമറിന്റെ ക്ലാസ്സുകൾ വരുന്നുണ്ട്, ഒരുപാട് ഇഡിയംസിന്റെ വരുന്നുണ്ട്, ഫ്രേസുകളുടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം, അപ്പൊ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ കാര്യങ്ങളായിരിക്കും വേണ്ടിയിട്ടുണ്ടാവുക. അത് നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ വളരെ ആവശ്യമാണെന്ന് കാണുന്ന ഒരു ഗ്രാമറിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് പറയുന്നത്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പ്രയോഗമാണ്. ഗ്രാമറിന്റെ വളരെ ഭംഗിയുള്ള ഒരു ഭാഗമാണത്. അത് നമുക്ക് ഉപയോഗിക്കുമ്പോണ്ടല്ലോ ശരിക്കും അതൊരു ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു സെന്റൻസിൽ അതൊരു പ്രയോഗിക്കുമ്പോൾ എന്താ പറയാ, നമ്മൾ പറയില്ലേ, ഒരു കിടുവാണ് സാധനം. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ സംസാരിക്കുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? നമ്മുടെ സ്റ്റോറിയിലൂടെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ സ്റ്റോറിയിൽ പറയുന്നത് ഒരു അച്ഛനും മകന്റെയും ഒരു ബോണ്ട്, അതായത് അവര് തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു കഥയാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഒരു ഇമ്പാക്റ്റ് അവർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഒരു സൊസൈറ്റിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി അവർ വെക്കുന്നുണ്ട്. അതും കൂടിയാണ് നമ്മൾ ഈ കഥയിലൂടെ കേൾക്കാൻ പോകുന്നത്. ഭയങ്കര സിമ്പിൾ സ്റ്റോറിയാണ്, കേൾക്കാൻ വളരെ രസകരമായ ഒരു സ്റ്റോറിയാണ്. അപ്പൊ നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് കിടക്കാം. The father and the son. Okay, so one day father and a son went to a restaurant. അപ്പോൾ എങ്ങോട്ട് പോയി എന്നാണ് പറയുന്നത്? ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അവർ പോയി. അപ്പൊ സാധാരണ എന്താണ് റെസ്റ്റോറൻറ്റിലേക്ക് പോവാറ്? എന്തിനാ പോവാറ്? ഭക്ഷണം കഴിക്കാം അല്ലെ? തീർച്ചയായിട്ടും. അപ്പോൾ ദിസ് ഫാദർ ആൻഡ് ദ സൺ വെന്റ് ടു എ റെസ്റ്റോറന്റ് ഫോർ എ ഡിന്നർ. ഡിന്നറിന് വേണ്ടിയിട്ടാണ് അവർ പോയിരിക്കുന്നത്. There were many people in that restaurant. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. Being so weak and old, this father was not able to walk properly. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറയുന്ന സെന്റൻസ് ഒന്ന് പറയാം. ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. കാരണം ഇതിലാണ് നമ്മളുടെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യേകമായൊരു സംഭവം കിടക്കുന്നത്. ബീയിങ് ഓക്കെ, ബീയിങ് ഓൾഡ് ആൻഡ് വീക്ക്. ബീയിങ് സോ ഓൾഡ് ആൻഡ് വീക്ക്, this man, this father was not able to walk properly. അപ്പോ ഇവിടെ ബീയിങ് നമ്മൾ ഉപയോഗിക്കുന്നതിന് ആ ഒരു പ്രയോഗത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. ബീയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആയിരിക്കുക എന്നാണ് അർത്ഥം. ആ ഒരു അവസ്ഥയിലായിരിക്കുക, അതാണ് ഈ ഒരു ബീയിങ് കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ബീയിങ്ങിന് കുറച്ചും കൂടെ വേറെ അർത്ഥങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാനിവിടെ പറയാം. ബീയിങ് സോ വീക്ക് ആൻഡ് ഓൾഡും ആണ്, അതായത് വയസ്സായ ഒരാളാണ്, ഭയങ്കര വീക്കായിട്ടുള്ള ആളാണ്. വീക്ക് എന്ന് പറയുന്നത് വളരെ ക്ഷീണിതനായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് നന്നായിട്ട് വാക്ക് ചെയ്യാനായിട്ട്, നടക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആയിരിക്കുക, അതാണ് നമ്മളിവിടെ ബീയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലായിരിക്കുക എന്നാണ്. അപ്പൊ ഞാനിവിടെ ഒരു 2-3 എക്സാമ്പിൾസും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ബീയിങ് സോ റൂഡ്, ഹൗ കുഡ് യു സിറ്റ് ഹിയർ? നീ ഇങ്ങനെ ഭയങ്കര റൂഡായിട്ട് ഇരിക്കുന്ന ഈ അവസ്ഥയിൽ ഇങ്ങനെ നിനക്ക് ഇവിടെ ഇരിക്കാൻ പറ്റണേ? റൂഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം, മറ്റുള്ളവരോട് ഭയങ്കര ദേഷ്യം കാണിക്കുക. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിനക്ക് എങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നു? ബീയിങ് സോ റൂഡ്, ഈ റൂഡ് ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ. അങ്ങനെ നമ്മൾ ഈ ബീയിങ് എപ്പോഴൊക്കെയാണ് നമുക്ക് ഈ ആയിരിക്കുക എന്നുള്ളത്, അതായത് ആ ഒരു അവസ്ഥ നമുക്ക് എപ്പോഴൊക്കെയാണോ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത് ആ സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ബീയിങ് കൂടെ അവിടെ പറയാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ആ ഒരു അവസ്ഥയിൽ ഒരു ടെമ്പററി ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും കൂടി നമുക്ക് ഇങ്ങനെ പറയാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഇപ്പൊ ഞാനൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പൊ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു 2 കുട്ടികളുണ്ട്, അമ്മയുണ്ട്. അപ്പൊ അമ്മ വേഗം എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു ഒക്കെ ഇരുന്നു. പക്ഷെ ആ കുട്ടികള് എന്താ പറയാ, നമ്മളിന്ന് മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയാണ്. അപ്പൊ ആ അമ്മ പറയുകയാണ്, ഓക്കെ, ബീയിങ് ഇംപൊളൈറ്റ്
യു ആർ നോട്ട് ബിഹേവിങ് ഇൻ എ ഗുഡ് സെൻസ്, ബീങ് ഇംപൊളൈറ്റ്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപൊളൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഈ അവസ്ഥയിൽ നിങ്ങൾ നന്നായിട്ടല്ല ബിഹേവ് ചെയ്യുന്നത്, അത് പറയാണ്. ഓക്കെ, അപ്പോൾ അതായത് എന്നെ കണ്ടിട്ട് അവരൊന്നും വിഷ് ചെയ്തില്ല, അവർ എണീറ്റില്ല, അപ്പോൾ ബീങ് ഇംപൊളൈറ്റ്, നിങ്ങൾ ഇംപൊളൈറ്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ഇത് അത്ര നല്ലതല്ല, ആ ഒരു അവസ്ഥയാണ് അവിടെ പറയുന്നത്. പക്ഷെ ശരിക്കും ഈ കുട്ടികൾ എങ്ങനെയാണ്, കുറച്ച് നല്ല കുട്ടികളാണ്, പക്ഷെ ആ ഒരു സമയത്ത് ആ കുട്ടികൾ അങ്ങനെയല്ല ചെയ്യുന്നത്, പെരുമാറുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ അവരോട് അങ്ങനെ പറയുന്നത്, ബീങ് ഇംപൊളൈറ്റ് ഇറ്റ്സ് നോട്ട് എ ഗുഡ് വേ ടു ആക്ട്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് ടു ബിഹേവ് ലൈക്ക് ദിസ്. അങ്ങനെ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നത് അത്രയും നല്ലൊരു കാര്യമല്ല എന്ന് അവിടെ പറയാം. ഇതുപോലെ തന്നെ നമ്മൾ പാസീവ് വോയിസിൽ നമ്മൾ ഇത് പറയാറുണ്ട്, ബീയിങ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ ബീയിങ് ഫോളോഡ്, വി ആർ ബീങ് ഫോളോഡ്. ഇപ്പൊ നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ പറയാം. ഇങ്ങനെ പാസീവ് വോയിസിൽ, പാസീവ് ആക്റ്റീവ് വോയിസ് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുണ്ടാവും. അതിൽ നമ്മൾ പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ ബീയിങ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ട് ഒരു കാര്യം ഒന്ന് അറിയുന്നതാണ് നല്ലത്. ആയിരിക്കുക എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മനോഹരമായ പ്രയോഗം പ്രയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത് ബീയിങ് old and weak. This father was not able to walk properly. അപ്പൊ മര്യാദയ്ക്ക് നടക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, but the son helped him to sit on the seat, or the son helped him to sit over there. അപ്പൊ നമ്മുടെ സൺ എന്ത് ചെയ്തിരുന്നു, അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഇരിക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് the people were watching. അപ്പൊ ആൾക്കാരിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവരെ, കാരണം ഇതൊരു വയസ്സായ ആളാണ്, മകൻ വളരെ കെയർ ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിനെ ഇങ്ങനെ കൊണ്ടുനടക്കുന്നത്. ആൻഡ് while he was having his food, the food were dropping down. അപ്പോ ഇദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഫുഡിന്റെ പാർട്ടിക്കിൾസ് ഒക്കെ, ഫുഡൊക്കെ താഴേക്ക് പോകുന്നുണ്ടായിരുന്നു. Slowly the son wiped the food particles and he helped him to have his dinner. അപ്പോൾ നമ്മുടെ സൺ എന്താണ് ചെയ്യുന്നത്, പതുക്കെ ഇതൊക്കെ വൈപ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനായിട്ട് സഹായിക്കുന്നുണ്ടായിരുന്നു. And some people were watching in disgust. ചില ആൾക്കാർക്ക് അതങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഡിസ്കസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത്ര തീരെ ഇഷ്ടപ്പെടാത്ത, ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് ഡിസ്കസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുപ്പ്, ആ ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ അവരിങ്ങനെ വളരെ വെറുപ്പോട് കൂടി, ഇഷ്ടമില്ലാത്ത രീതിയിൽ അതങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ സം ടൈം the son paid the bill and helped his father to come out from the restaurant. അങ്ങനെ നമ്മുടെ സൺ എന്ത് ചെയ്തു, ബില്ലൊക്കെ പേ ചെയ്തിട്ട് പതുക്കെ ഈ ഫാദറിനെയും കൊണ്ടിട്ട് റെസ്റ്റോറൻറ്റ് പുറത്തേക്ക് നടക്കാനായിട്ട് സഹായിക്കുകയാണ്. And at that time an old man called him. അപ്പോൾ നമ്മുടെ ഇവരിങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഒരു വയസ്സായ ഒരാള് ഇദ്ദേഹത്തിനെ വിളിച്ചു, സണ്ണിനെ അങ്ങനെ വിളിച്ചു. The son turned back. നമ്മുടെ സൺ എന്ത് ചെയ്തു, തിരിഞ്ഞു നോക്കി. He told, "Sir, you have left something over here." അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഇവിടെ എന്തോ ഒന്ന് മറന്നു വെച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തോ ഒന്ന് ഇവിടെ ഇട്ടിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. The son told, "Certainly not, sir. I haven't left anything." ഇല്ല, ഒരിക്കലും ഇല്ല സർ, ഞാനൊന്നും ഇവിടെ മറന്നു വെച്ചിട്ടില്ല, ഞാനൊന്നും ഇവിടെ ലീവ് ചെയ്തിട്ടില്ല, ഞാനൊന്നും ഇവിടെ വെച്ചിട്ടില്ല. കാരണം ഇദ്ദേഹം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, വേറൊന്നും കൊണ്ടുവന്നിട്ടില്ല. At that time this old man told, "Yes, you have left something over here and this is the thing you have left here." അപ്പൊ പറയാണ്, നിങ്ങൾ ഇവിടെ ഒരു കാര്യം ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്, അത് ഇതാണ്. എന്തായിരുന്നത്? You have given a great lesson to each and every son and a hope for each and every father. നിങ്ങൾ ഇവിടെ വെച്ചിട്ട് പോയത് ഇതാണ്. എല്ലാ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾക്ക്, ഓക്കെ, എല്ലാ മക്കൾക്കും ഒരു വലിയ പാഠമാണ് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ട് പോയത്. എല്ലാ അപ്പന്മാർക്കും ഒരു വലിയ പ്രതീക്ഷയാണ് നീ കൊടുത്തിട്ട് പോകുന്നത്. അതാണ് നീ ഇവിടെ വെച്ചിട്ട് പോകുന്നത്. യെസ്, അപ്പൊ ഇത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള, വളരെ നമ്മുടെ കണ്ണൊക്കെ തുറക്കുന്ന നല്ല രസകരമായ ഒരു സ്റ്റോറിയാണ്.
നമ്മുടെ പാരൻസിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? അവരൊക്കെ ഓൾഡ് ആവുമ്പോഴും വീക്ക് ആവുമ്പോഴും നമുക്ക് പറ്റുന്നത് പോലെ അവരെ ഒന്ന് കെയർ ചെയ്യുക, അവരെ ലവ് ചെയ്യുക. ഈ ചിലവരൊക്കെ പറയാറുണ്ട്, അയ്യോ സമയമില്ല, ഞങ്ങൾക്ക് അവരെ നോക്കാനായിട്ട് സമയമില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, അവരൊക്കെ ചെറുപ്പത്തില് എത്രമാത്രം സമയമാണ് നമുക്ക് വേണ്ടി പല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. അവരുടെ ഈ ഓട്ടത്തിന്റെ ഇടയിലാണ് നമുക്ക് വേണ്ടി ഇതെല്ലാം ചെലവഴിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ഓർത്താൽ എപ്പോഴും നല്ലതാണ്.